transition probability for constant potential is given by, okay, F is equal to 4VFI by omega Fi by H cross square modulus square and square sine square omega Fi t by 2, right? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രാൻസിഷൻ പ്രോബബിലിറ്റിക്ക്. ഓക്കെ, now if you plot this function, okay, versus, that is transition probability versus what, omega Fi. Okay, you know when omega Fi is equal to 2 pi by t, that will be 2 pi by t means 2 cancel, t cancel, sine square pi is equal to sine pi is equal to 0, that probability will be 0. So this function will look like this. Okay, നമ്മൾ മുമ്പേ പഠിച്ച സിങ്ക് ഫംഗ്ഷൻ ആണുള്ളത്. Here it is 2 pi by t minus 2 pi by t, this is 2 pi by t. Okay, now this is a transition probability is maximum when omega Fi is equal to actually 0. Then 0 എന്ന് പറയുന്നത് this omega Fi ആണ് ഈ ഒരു ആക്സിസ്. And this found to be, it is appreciable or 1 by e value അങ്ങനെ. It is appreciable in within the range, ഈ ഒരു range actually minus pi by t മുതൽ plus pi by t. Okay, that is when omega lies between pi by t and plus pi by t. That is delta omega Fi എന്ന് പറയുന്നത് എന്താണ്, delta omega Fi എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു, അതായത് ഈ ഇന്റർവെൽ എന്ന് പറയുന്നത് minus pi by t മുതൽ plus pi by t, that means 2 pi by t. Okay, 2 pi by t ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിൽ ആണ് എന്ത്, ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡെൽറ്റ ഇ ഇൻറ്റു ടിയിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ ഇ ഇൻറ്റു എന്താണ്, ടി ഈസ് ഈക്വൽ ടു വാട്ട്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എച്ച്. ഓക്കെ അല്ലേ, കാരണം മാറ്റം നിങ്ങൾക്കറിയാം, ഇ എഫ് മൈനസ് ഇ ഐ ബൈ എച്ച് ക്രോസ് ആണ് ഒമേഗ എഫ് ഐ എന്ന് പറയുന്നത്. ഡെൽറ്റ ഒമേഗ എഫ് ഐ എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ആക്ച്വലി എച്ച് ക്രോസ് ഇൻറ്റു ഡെൽറ്റ ഒമേഗ എഫ് ഐ ആയിരിക്കും. അപ്പോൾ എച്ച് ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ ഇ ഇവിടെ ഡെൽറ്റ ഇ നമുക്ക് വെക്കുക. അപ്പോൾ ഡെൽറ്റ ഇ ബൈ എച്ച് ക്രോസ് ആണ് ഡെൽറ്റ ഒമേഗ എഫ് ഐ. എച്ച് ക്രോസ് എന്ന് പറയുന്നത് എച്ച് ബൈ 2 പൈ ആണ്. 2 പൈ വിൽ ബി ക്യാൻസൽ. സോ എച്ച് നമുക്ക് ഇങ്ങോട്ട് ടി എന്ത് ചെയ്യും, ഞാൻ എടുത്തു ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്, എച്ചിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് വെൻ ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് എന്താണ് നമ്മൾ പെർട്ടുർബ് ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റത്തിനെ പെർട്ടുർബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെൻ ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 മീൻസ് ഇ ഐ ഓൾസ് ഈക്വൽ ടു ഇ എഫ് അല്ലെ. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 മീൻസ് എന്താണ്, there won't be any transition. നമുക്ക് എന്തുണ്ടാവില്ല, അതായത് ഒരു ട്രാൻസിഷനും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 ആവും. ഡെൽറ്റ ഈ 0 ആകുമെന്ന് പറഞ്ഞാൽ there won't be any in the സ്റ്റേറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ദാറ്റ് വിൽ കണ്ടിന്യൂ ടു റിമൈൻ ഇൻ ദ സെയിം സ്റ്റേറ്റ്. അപ്പോൾ ആ സെയിം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാറുള്ളൂ ഡെൽറ്റ ഈസ് ഈക്വൽ. ഈ ഒരു കേസിൽ ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ അത് കോൺസ്റ്റന്റ് പെർട്ടുർബേഷൻ നമ്മൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും എന്താണ്, അവിടെ ട്രാൻസിഷൻ നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല ഇഫ് യു അപ്ലൈ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നൗ യു കൺസിഡർ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റേറ്റിന്റെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ ഇവിടെ എന്താണ് നമ്മൾ എടുക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് വൺ സ്റ്റേറ്റ് ടു അനദർ ഐ ടു എഫ് ആണ്. സോ നമ്മൾ സാധാരണ ഗ്യാസ്
ഗ്യാസ് മീഡിയം ഒക്കെ ആണെങ്കിൽ, ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയാം ഷാർപ്പ് എനർജി ലെവൽസ്, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് ആൻഡ് തെർമൽ അജിറ്റേഷൻ, അങ്ങനെയുള്ള റീസൺ ഓർ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആറ്റം ഇൻട്രാക്ഷൻ ഒക്കെ കാരണം ഷാർപ്പ് എനർജി ലെവൽസ് എന്തായി മാറിയത്, കണ്ടിന്യൂം ആയിട്ട് ഒരു സ്പ്രെഡിങ് ഓഫ് എനർജി, ഒരു സിംഗിൾ എനർജി ലെവലിന് പകരം ഒരു സ്പ്രെഡിങ് ഓഫ് എനർജിയുടെ ഫൈനൽ സ്റ്റേറ്റ് EF ആണ് ഫൈനൽ സ്റ്റേറ്റ്. ബട്ട് ദർ ആർ മെനി ലാർജ് നമ്പർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ, ലാർജ് നമ്പർ ഓഫ് ക്ലോസ്ലി സ്പേസ് EF ഓക്കെ എനർജി ലെവൽസ് സ്പ്രെഡിങ്. നമുക്കറിയാം നമുക്ക് സോളിഡ് സ്റ്റേറ്റിലൊക്കെ, സോളിഡ്സിന്റെ കേസിലൊക്കെ എന്താണ് എനർജി ലെവൽസ് ഒക്കെ, അപ്പർ എനർജി ലെവൽസ് ഒക്കെ മോസ്റ്റ് ഓഫ് ദ എനർജി ലെവൽസ് ആർ ബാൻഡ് സ്ട്രക്ചർ ആണ് ഡ്യൂ ടു ദ എന്താണ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ നിയർ ബൈ ആറ്റംസ് ഓർ ബാക്ക്ഗ്രൗണ്ട് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയുള്ള കണ്ടിന്യൂസ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കറിയാം ഇത് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണ്, വളരെ ഒരു തമ്മിലുള്ള ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ദാറ്റ് ഈസ് ഒമേഗ Fi is almost equal to Fi is equal to 0 എന്നുള്ള കേസാണ് എല്ലാം വരുന്നത്. ഒമേഗ Fi is equal to 0 എന്നുള്ള കേസാണ്. ഓക്കെ, സോ ഇൻ സച്ച് കേസ് നമുക്കറിയാം -π/2 + π/tന്റെ ഇടയിൽ നമുക്കറിയാം മാക്സിമം ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ്. ആക്ച്വലി ഇവിടെ മാക്സിമം കിട്ടുന്നത് ഒമേഗ Fi is equal to 0 ആണ്. അപ്പോൾ ഒമേഗ Fi is equal to 0 എന്നുള്ള കേസാണ്. ഇത് ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. ഈ എനർജി ലെവൽസ് ഒക്കെ എന്താണ് ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കാറ്ററിങ്ങിന്റെ കേസിൽ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ആണ്. സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ അത് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ് പാർഷ്യൽ വേവ്സിൻ്റെ ടേമിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് എന്താണ് അവിടെ എനർജിയും എന്താണ് ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ്. എനർജി ഓഫ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ഓൾസോ കണ്ടിന്യൂസ് ഇൻ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് എനർജി വേരി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസൊക്കെ ഇതിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ദിസ് ഒമേഗ Fi is equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു സിംഗിൾ ലെവലിന് മാത്രമല്ല, എന്താണ് ലാർജ് നമ്പർ ഈ ഒരു സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ബാൻഡിലുള്ള ഏത് ലെവലിനും ഈക്വൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ്. അല്ലാതെ ഒരു ലെവലിലേക്ക് മാത്രമുള്ള കൺസെപ്റ്റ് ഇല്ല അവിടെ എല്ലാ ലെവലിലേക്കും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ലെവലിലേക്ക് EF എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരാനുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസിഡർ ഈച്ച് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഫോർ. ഓക്കെ, അപ്പോൾ ഓരോ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി കണ്ടിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇതൊരു സിസ്റ്റം, നമ്മൾ സിസ്റ്റത്തിൽ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ മെഷർമെന്റ് എടുത്തിട്ട് ഓക്കെ ആദ്യത്തെ ട്രാൻസിഷൻ ഈ ലെവൽ ഒരു പർട്ടിക്കുലർ ലെവലിലാണ്. പിന്നെയും നമ്മൾ മെഷർമെന്റ് നമുക്കറിയാം ആവറേജ് ആണ് നമ്മൾ എടുക്കാം. കുറേ മെഷർമെന്റ് ചെയ്തിട്ടാണ് ഒരു എൻസാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവലിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിലെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എല്ലാം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഓരോ കേസിലും ഈ ഒരു ബാൻഡ് സ്ട്രക്ചറിലുള്ള എല്ലാ ലെവലിലും കാണാനുള്ള ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെ പറയും. അപ്പോൾ ഓരോ ലെവലിൽ ഉള്ള 1 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ ഓരോ ലെവലിൻ്റെതും ആഡ് ചെയ്യും. സേ ρEF എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി ഓഫ് ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എനർജി ലെവൽസ് in the unit energy interval at EF. EFന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയുക EF എന്ന് പറയുന്ന സ്റ്റേറ്റിന് ഉള്ള അല്ലെങ്കിൽ അതാണ് ആക്ച്വലി സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് എന്താണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ് എന്ത് ρEF എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ρEF ഇൻറ്റു DEF. ഓക്കെ, DF എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എനർജി ലെവൽസ് വിത്തിൻ ദ ഇന്റർവെൽ what EF ആൻഡ് EF പ്ലസ് DEF. ഓക്കെ, EFന്റെയും DF ഒരു സ്ലൈറ്റ് ചേഞ്ച്
വരുത്തിയിട്ടുള്ള ആ എനർജി ഇൻ്റർവെൽ BF ചേഞ്ച് വരുത്തിയിട്ടുള്ള ഇൻ്റർവെലിൻ്റെ ഇടയിലുള്ള എന്താണ് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് എനർജി ലെവൽസ് ആണ് എന്ത് റോ EF ഇൻറ്റു DF. സേ WIF be the transition probability from state I to F. ഇനീഷ്യൽ സ്റ്റേറ്റ് കണ്ടിന്യൂസ് ഇതിൽ വരണമെന്നില്ല, സ്റ്റിൽ എന്താണ്, പക്ഷെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്റ്റേറ്റിലുള്ള എല്ലാ ലെവൽസിലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുള്ളതാണ്. ഓക്കെ, WI to F be the transition probability to one particular state. Then you will know WI to F into rho EF DEF will give you the total transition probability. Okay, for this എന്താണ് എനർജി ഇൻ്റർവെൽ. അപ്പോൾ ഈ ഒരു DF എനർജി ഇൻ്റർവെല്ലുള്ള ആ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി നമുക്ക് ഇത് തരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് W total can say integral. Okay, WI to F, then what is rho EF DEF. Yeah, ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ബട്ട് ഇറ്റ് ഈസ് അപ്രീഷ്യബിൾ വിത്തിൻ ദ റേഞ്ച് -π/t to π/t. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. സോ ഐ ക്യാൻ എക്സ്റ്റെൻഡ് ദിസ്. I can extend this integration, okay, to -infinity to +infinity. Okay, WI to F rho EF DF -infinity to +infinity വരെ എക്സ്റ്റെൻഡ് ചെയ്താലും ഒന്നും സംഭവിക്കും. കാരണം ഈ ഒരു റീജിയണിൽ മാത്രമേ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഉള്ളൂ. സോ we have already got what is WI to F, right? So total transition probability is integral -infinity to +infinity. We got for VFI that നമ്മൾ കണ്ടു കഴിഞ്ഞു, സ്ക്വയർ divided by omega Fi h cross y square sin square omega Fi t by 2 rho EF, right, DEF. Okay, ഇത് ഇന്റഗ്രേഷൻ. നമുക്കറിയാം റോ EF എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ഇന്റർവൽ, മീൻസ് എനർജി ഇന്റർവൽ. സോ ഇറ്റ്സ് എ സ്ലോലി വേരിങ് ഫംഗ്ഷൻ. എന്താ പറയുക, ആ ഫംഗ്ഷൻ വളരെ സ്ലോ ആയിട്ട് വേരി ചെയ്യുന്നതാണ്, അത് മാറണമെന്നില്ല. ഓക്കെ, അത്രയും സ്ലോ ആയിട്ട് വരും കാരണം ഡെൻസിറ്റി ആണ്. അപ്പോൾ അത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. സിമിലർലി VFI square we are giving constant perturbation. So this also won't be changing with the time, or won't be changing, or this also can be considered a slowly varying function. So I am taking this for VFI square and VFI square in a rho EF outside, okay, outside of h cross square, then 4 is here, okay, h cross square, then integral, okay, -infinity to +infinity sin square omega Fi t by 2 rho into DEF, okay, DEF. Here only by omega Fi square. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഒമേഗ Fi സ്ക്വയറിനെ ഞാൻ t സ്ക്വയർ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. t സ്ക്വയർ ബൈ 2 DEFനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. എനിക്കറിയാം h ക്രോസ് d ഒമേഗ ആണ് എന്ത്
DEF ആയിട്ട് മാറിയത്. H ക്രോസ് ഇവിടെയുണ്ട്. ഓക്കെ, സോ ദിസ് വിൽ ബി, ഞാൻ എന്തായിട്ട് മാറ്റി എഴുതാണ്, ഈ ഒരു DEFനെ ഞാൻ ഒമേഗ FIT/2 ടേമിലേക്ക് മാറ്റാണ്, D of omega. അപ്പോൾ H ക്രോസ് നമുക്ക് കട്ട് ചെയ്ത് പോകും. ആ H ക്രോസ് ആക്ച്വലി ഇൻറ്റു H ക്രോസ് വരും. ഓക്കെ, H ക്രോസ് വരും. സോ then one more thing, t² ഞാൻ ഇവിടെ എന്ത് ചെയ്തു, t²/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഡിനോമിനേറ്റർ. അപ്പോൾ t² ഇവിടെ ഒരു t വന്നിട്ടുണ്ട്, d ഒമേഗ FIT/2 ഞാൻ ചെയ്ത t നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു t ഇവിടെ ഓക്കെ കട്ട് ചെയ്ത് പോയി, വേറൊരു t കൂടെ വേണം. ഓക്കെ, ഒരു t കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ H cross square integral minus infinity to plus infinity sin square omega FIT/2, right, 2 divided by omega FIT/2. ഇതിനെ sin square theta/theta square ടേമിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് then DEF changes to D omega FIT/2. okay, this thing ഒരു H cross ഇവിടെ ഉണ്ട്. okay, now I can this H cross and this H cross or H cross മാത്രമായി. then t² ഉണ്ട് അല്ലേ, t² ഉണ്ട്, then t² ഉണ്ട്. ഓക്കെ, t² ഉണ്ട്. അപ്പോൾ t² ഇവിടെ ഉണ്ട്, ഒരു t ഇവിടെ ഉണ്ട്. അപ്പോൾ സോ ഐ ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. t ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, d ഒമേഗ ആണ് എന്ത് ആക്ച്വലി വേരിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് /4 ഉണ്ട്. ആക്ച്വലി ദിസ് 4 വിൽ കം ഹിയർ. ഓക്കെ, സോ ഐ ക്യാൻ നെഗ്ലക്ട് 4. ഈ 4 ഇവിടെ കോമ്പൻസേറ്റ് ചെയ്ത് പോയി, 4 ഇവിടെ വന്നു. സോ ബട്ട് ഇവിടെ ഒമേഗ FIT/2 ഒരു /2 ഉണ്ട്. സോ ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 2t. ഓക്കെ, ഇതെന്തിനാ ചെയ്തതെന്ന് പറഞ്ഞാൽ ദിസ് ക്യാൻ ബി റൈറ്റ് sin square x/x² into dx. സോ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് എടുക്കാം. ഏത് integral sin square x/x² into dx is equal to pi minus infinity to plus infinity. Okay, ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. So if now find out what is omega or W total transition probability. Total is given by, this will be pi, 2pi by H cross, right? 2pi by H cross, 2 1 e pi 1 H cross BFI modulus square total transition probability depends, is directly proportional to T and rho F, number of energy levels or scattering degrees, number of particles. Okay, then VFI² is proportional. So if you take rate of transition probability, that is dW total divided by D, rate of transition probability is what, 2pi by H cross VFI square rho EF. So it does not, the transition rate of transition probability does not depend on time. So very important result ആണ്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
പെർട്ടുർബേഷൻ ടൈം, ഓക്കെ, എത്ര ടൈം പെർട്ടുർബ് ചെയ്തു എന്നുള്ളത് ഒരു വിഷയമുള്ള കാര്യമല്ല. സോ ദിസ് റിസൾട്ട് actually found many application, large number of applications in physics, especially in the case of scattering, scattered transition probability. സ്കാറ്ററിംഗിൽ നമുക്കറിയാം ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്കാണ് അത് മാറുന്നത്. സ്കാറ്റേർഡ് പാർട്ടിക്കിൾസിനെ ക്വാണ്ടം മെക്കാനിക്കൽ ടേമിൽ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ്, കണ്ടിന്യൂസ് സ്റ്റേറ്റ് ആണ്. പാർട്ടിക്കിൾസിന്റെ എനർജി എന്താണ്, വേരിയിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ എനർജിയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ കേസിൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി, റേറ്റ് ഓഫ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സി റോ ഇ എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ്. ദിസ് റിസൾട്ട്, ദിസ് ഫോർമുല ഈസ് കോൾഡ് Fermi's golden rule. It's called Fermi's, എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, Fermi's golden rule in physics, in quantum mechanics. Fermi's golden rule. Actually, this formula is derived by Pauli എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ബട്ട് ഇറ്റ് ഇസ് നെയ്മഡ്, ആക്ച്വലി നെയിം കൊടുത്തത്, ദിസ് നെയിമിംഗ് വാസ് ഡൺ ബൈ ദിസ് ഫെർമി. ഓക്കെ, അതാണ് ഫെർമിസ് ഗോൾഡൻ റൂൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫോർമുലയാണ്, അതുകൊണ്ടാണ് ഈ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സെക്ഷൻ അത്രയാണ് പറയാനുള്ളത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ആക്ച്വലി. ഓക്കെ, വി വിൽ സ്റ്റോപ്പ് ഹിയർ.